ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു നാടൻ വിഭവമായിട്ടാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അതായത് ചേമ്പിൻ്റെ താള് കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇതുപോലെ ചേമ്പിൻ്റെ താള് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു മുഴുത്ത സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരല്പം കാന്താരി, 5-6 കാന്താരിയും കൂടെ എടുത്ത് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കാന്താരി ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളകാണെങ്കിലും നീളത്തിൽ കീറി ഇട്ടാൽ മതി. കാന്താരി നിർബന്ധമൊന്നുമില്ല, അങ്ങനെ പച്ചമുളക് കീറിയിട്ടാണെങ്കിലും നമുക്കുണ്ടാക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ താളുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ ഉണ്ടാവും, പക്ഷേ ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് അത് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോഴത്തേനും എപ്പോഴും കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി. അതിന് ശേഷം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേനും ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അടച്ചു വെച്ചിരിക്കുന്ന കാന്താരിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേനും അത് ഇതുപോലെ നല്ലപോലെ വെള്ളമെല്ലാം ഇറങ്ങി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തുറന്ന് വെച്ച് ഇളക്കി നല്ലപോലെ വറ്റിച്ചെടുത്താൽ മതി. നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവാണ്. ഒരല്പം ഉപ്പും കൂടെ വിതറി നമുക്ക് ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.